ഡീൽ ചെയ്യാം. അപ്പോഴേക്കും ഇതൊക്കെ വായിച്ച് പഠിച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഓൾ. ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? ക്യാൻ യു ഹിയർ മീ? ഓക്കെ. അപ്പോൾ 10-30 പേരെ കാണുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എവിടെയാണെന്നൊന്നും അറിയില്ല. ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, എന്താണ് നമ്മളിപ്പോ വളരെ ഒരു ലേസി മൂഡിൽ ഇങ്ങനെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്നവരങ്ങനെ പോട്ടെ, നമ്മൾ വെക്കാനും പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു റിലാക്സേഷൻ ടൈമൊക്കെ കഴിഞ്ഞു. DMEയുടെ എക്സാം ജൂൺ 23-നായിരുന്നു. അപ്പൊ ജൂലൈ 23, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഓൾമോസ്റ്റ് 4 മന്ത് ഒക്കെ റിലാക്സ് ചെയ്തു മതി. ഒരുപാട് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ കാര്യങ്ങളൊന്നും ഭംഗിയാവില്ല. അപ്പൊ നമ്മൾ ഈ മാസം മുതൽ നെക്സ്റ്റ് മന്ത്, അതായത് ഈ മാസം ഏതാ നവംബർ മുതൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് മെല്ലെ 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 കുറച്ചുകൂടെ വർക്ക്സ് ഒക്കെ തരാൻ പോവാണ്. കഴിഞ്ഞ DMEക്ക് നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടിയിട്ടില്ല. ഇതിൽ DMEക്ക് പഠിച്ച കുറച്ച് പേരൊക്കെ ഉണ്ടാവും, അവർക്കറിയാം. നമ്മൾ മാക്സിമം ക്ലാസ്സുകളായിരുന്നു, കണ്ടിന്യൂസ് ക്ലാസ്സുകളായിരുന്നു, എല്ലാ ദിവസവും ക്ലാസ്. അതന്നെ ഒരു സ്ട്രെയിൻഫുൾ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മറ്റു അക്കാഡമികളൊക്കെ തീർക്കുന്നതിന് മുമ്പ് പക്ഷെ നമുക്ക് ഐ തിങ്ക് മെയ് 9 നമ്മുടെ എല്ലാ പോർഷൻസും തീർത്തു. മെയ് 11 മുതൽ ജൂൺ 11 വരെ 1 മന്ത് റിവിഷൻ ചെയ്തു. അതിനുശേഷം ഒരു 12 days മാരത്തോൺ ചെയ്തു. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കണ്ടിന്യൂസ് ഇങ്ങനെ സ്ട്രെയിൻഫുൾ ആയിരുന്നെങ്കിലും ക്ലാസ്സുകൾ പിന്നെ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ അത് മാറ്റിയിട്ട് കുറച്ചും കൂടി റിലാക്സിങ് മൂഡിൽ കാര്യങ്ങളൊക്കെ മനസ്സിരുത്തി പഠിച്ച് സമാധാനത്തിൽ പഠിച്ചു പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്ലാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവറി 2 weeks ആ 2 weeks കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പോകണം. അതിനെ ബേസ് ചെയ്ത് ടെസ്റ്റ് പേപ്പർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വൈവ വോയിസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്താണോ ഏറ്റവും പ്രാക്ടിക്കലി പോസിബിൾ അത് നമ്മൾ ചെയ്യും. 2 ആഴ്ച കഴിഞ്ഞ് അങ്ങനെ ഒരു 6 ആഴ്ച കഴിയുമ്പോൾ, അതായത് 6 ആഴ്ച എന്ന് പറയുമ്പോൾ ഒരു 3 മാസം കൂടുമ്പോൾ അതിനെ വീണ്ടും ഒന്ന് ക്ലബ് ചെയ്തിട്ട് അതിനെല്ലാം കൂടെ ഒന്ന് ക്ലബ് ചെയ്തിട്ട് 2-3 days റിവിഷൻ. അപ്പൊ എന്ന് വെച്ചാൽ പഠിച്ചതൊന്നും ഇങ്ങനെ മറന്നു പോകില്ല. ഒരു സയന്റിഫിക് മോഡിലോ റിവിഷനും കൂടി ആകുമ്പോഴേക്കും നമുക്ക് എന്താവും, നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒന്നും മറന്നു പോകാതെ ഇങ്ങനെ. സർ 18th എന്താ ആ എക്സാം ഒക്കെ ഒരു ഭാഗത്ത് കൂടെ നടന്നോട്ടെ, അതൊന്നും സാരമല്ല. അപ്പൊ അതൊക്കെ എന്നാ എക്സാം, അപ്പൊ 18th എക്സാം കഴിഞ്ഞിട്ട് തുടങ്ങാം. അതുവരെ നിങ്ങൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ പഠിച്ചോളൂ, അത് കുഴപ്പമില്ല. അപ്പൊ എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നവംബർ 18th കഴിഞ്ഞാണ് ശരി നമ്മളൊരു മെന്റർഷിപ്പ് പ്രോഗ്രാം തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ അതിൽ സജീവമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 3 days നടന്ന ക്ലാസ്സിനെ ബേസ് ചെയ്ത് നമുക്കൊരു സൺഡേ ഡിസ്കഷൻ, പിന്നെ 2 weeks ക്ലാസ് കഴിഞ്ഞാൽ ചെറിയ അതിനെ ബേസ് ചെയ്ത ടെസ്റ്റ് പേപ്പർ, അങ്ങനെ 1 month or 2 month കഴിഞ്ഞിട്ട് 2 month നമ്മൾ അത്രയും പഠിച്ച കാര്യങ്ങൾ ഒരു വീക്കൊക്കെ എടുത്തിട്ട് നമ്മളൊന്നും കൂടി റിവൈസ് ചെയ്ത് എല്ലാം ഇങ്ങനെ പഠിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ സമയം കൊണ്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ഇത് ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ കേൾക്കാം, നോട്ട്സ് എഴുതാണെങ്കിൽ നോട്ട്സ് നോക്കാം, PDF മെറ്റീരിയൽസ്. അപ്പോൾ ആ 2 മാസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു പരീക്ഷ. ആ രീതിയിൽ കുറച്ചും കൂടെ ഇപ്രാവശ്യം സമയമെടുത്ത് സാവകാശത്തിലെടുത്ത് കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ട് എങ്ങനെ ഏറ്റവും നല്ല റിസൾട്ട് ഇപ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റും നമ്മൾ എല്ലാ തരത്തിലും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ സഹകരിക്കുക. ഈവൻ ചില ആളുകൾക്ക് ഡെയിലി ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അവർ റെക്കോർഡുകൾ കേൾക്കുക. ഇത് ബാക്കി റെക്കോർഡ് കേൾക്കുന്നവരോടാണ് പറയുന്നത്. അവർ റെക്കോർഡ് കേട്ട് കൂടെ ഓടുക. അറ്റ്ലീസ്റ്റ് ആ റിവിഷൻ സമയത്തൊക്കെ എല്ലാവരും അത് ഉണ്ടായിരിക്കണം, നമ്മൾ നിർബന്ധം പിടിക്കുന്നുണ്ട്. തീരെ ക്ലാസ്സിന് അറ്റൻഡൻസ് വളരെ കുറവാണെങ്കിൽ, വളരെ കുറഞ്ഞ അറ്റൻഡൻസ് ആണെങ്കിൽ ഫീസ് തിരിച്ചു കൊടുത്തിട്ട് അവർ മെല്ലെ വീട്ടിൽ പോയിരിക്കാൻ പറയാമെന്നാണ് പുതിയ തീരുമാനം. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സങ്കടം എന്ന് വെച്ചാൽ DMEക്കൊക്കെ നമ്മൾ ഒരുപാട് കുട്ടികൾ ട്രെയിൻ ചെയ്തെങ്കിലും നമ്മൾ ആ ഒരു പെർഫോമൻസ്, പീക്ക് പെർഫോമൻസ് പലർക്കും പുറത്തെടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇടക്കാലത്ത് അവരിങ്ങനെ ഒന്ന് എന്താ പറയുക, ഡിമ്മായി പോയി. അപ്പൊ ഇപ്രാവശ്യം അത് അനുവദിക്കാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. വീണ്ടും തീർത്ത് പറയുകയാണ്. ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ കോച്ചിങ്ങിന്റെ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നന്നായിട്ട് പഠിക്കണം, നമുക്ക് റിസൾട്ട് വേണം. ഞാൻ ഇന്ന് ഏതോ ഗ്രൂപ്പ് വോയിസിൽ ഏതൊരു കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഓരോ സ്ഥലങ്ങളിലുള്ള പ്രൈവറ്റ് ലാബിലൊക്കെ ഉള്ള പ്രയാസങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ചു, പഠിക്കാൻ വില്ലിംഗ് ആയിട്ട് വന്നവരെ എന്തായാലും അവര് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ അവർക്ക് റിസൾട്ട് ഉണ്ടായി കൊടുക്കണം എന്ന് ഉറപ്പിച്ചു. അത് പിന്നെ എന്ത് റിസ്ക് നമ്മളെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടാണെങ്കിലും ശരി, വി വിൽ ഡു അവർ ബെസ്റ്റ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് കൂടെ നിൽക്കുക. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയിട്ടുള്ള എന്തൊക്കെയാണ് ചെറിയ ഡിഫക്ട്സുകളൊക്കെ നമ്മളതങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ടിരിക്കുക. 51 കിട്ടിയവനോട്, 48 കിട്ടിയവനോട്, 47 കിട്ടിയവനോട്, 52.9 കിട്ടിയവരോടൊക്കെ നമ്മൾ ചോദിക്കുക എവിടെയാണ് പിഴച്ചത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് ഓരോരുത്തരോട് ചോദിച്ച് അതിൽ നിന്നൊക്കെ ഒരു ഡാറ്റ ഉണ്ടാക്കിയിട്ട് അതിനെ ബേസ് ചെയ്ത് ഈ നെക്സ്റ്റ് എക്സാമിൽ നമുക്കത് സംഭവിക്കാൻ പാടില്ല എന്ന്
നമ്മൾ എൻഷുർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവുക. ദാറ്റ്സ് നിങ്ങൾ അത്ര ഇപ്പം ചെയ്താൽ മതി കേട്ടോ. പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ വൃത്തിയായിട്ട് ചെയ്താൽ മതി ഒരു 6 മാസത്തേക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ പാർട്ട്നേഴ്സ് ചെയ്തോ. ഒരു 6 മന്ത് ആ ഒരു പാറ്റേൺ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിന് പഠിക്കേണ്ടത് മനസ്സിലാവും കേട്ടോ. ഓക്കെ താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരാം. ഞാൻ ഇതുവരെ ക്ലാസ്സിലൊന്നും കയറിയിട്ടില്ല, വരുന്നുണ്ട്, എല്ലാവർക്കും ഇത് കാണുന്നുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാവരുമായിട്ട് പേഴ്സണലായിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 15 മിനിറ്റ് ഒക്കെ സമയം തരും. എല്ലാവരുമായിട്ടും പേഴ്സണലായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പോകും പ്രാവശ്യം. എന്താണ് നിങ്ങളുടെ ഇഷ്യൂസ്? അങ്ങനെ നമ്മൾ ഇന്ററാക്ഷൻ നടത്തിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യമൊന്നും. അപ്പോൾ നിങ്ങളുടെ ഇഷ്യൂസ് എന്താ, ഏത് സബ്ജക്റ്റാണ്, എവിടെയാ വീക്ക്, എവിടെയാ പ്രോബ്ലം, എന്താ ചെയ്യാൻ പറ്റാത്തത്, എന്താ പരീക്ഷയിലാണോ പ്രശ്നം, അതോ പഠിക്കാൻ പറ്റാത്തതാണോ, മെറ്റബോളിസം ആണോ പ്രശ്നം, അതോ പത്തോളജിയിൽ ഇന്ന ഏരിയ ആണോ പ്രശ്നം. വി ഹാവ് ടു സോർട്ട് ഈച്ച് ആൻഡ് എവരി വൺസ് ഇഷ്യൂ. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എന്താ നമ്മൾ കൃത്യമായിട്ട് ഇപ്രാവശ്യം അസസ് ചെയ്യാം. ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ ഡാറ്റ ഫോം ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഡയറിയിൽ. അപ്പോൾ ഓരോ കുട്ടിയെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യാം. ഇന്ന ഇഷ്യൂസ് ഉണ്ട്, അത് നമ്മൾ സോൾവ് ചെയ്ത് ഒരു നെക്സ്റ്റ് ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും നിങ്ങളെ നമ്മൾ സെറ്റാക്കും. പിന്നെ നമുക്ക് റിവിഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മളൊരു ഒക്ടോബറോട് കൂടി സിലബസ് തീരും. പിന്നെയുള്ള 5-6 മാസം നമുക്ക് റിവൈസ് ചെയ്തും പഠിച്ചും പരീക്ഷ എഴുതിയും വീണ്ടും റിപ്പീറ്റ് ചെയ്തും ഉള്ള മെറ്റീരിയൽസ് ഒക്കെ വീണ്ടും അനലൈസ് ചെയ്തും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തൊക്കെ നമുക്ക് ആദ്യത്തെ എല്ലാ റാങ്കുകളും നമുക്ക് പിടിക്കണം. അതിന് നമ്മൾ സെറ്റാണ്. നിങ്ങൾ സെറ്റാണോ? സെറ്റുള്ളവരൊക്കെ എസ് എന്ന് പറഞ്ഞോളൂ, എന്നിട്ട് നമുക്ക് പിരിയാം. ഓക്കെ, എല്ലാവരും സെറ്റാണ്. താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പം ഞാൻ ഇതുവരെ കാത്തിരുന്നത് എല്ലാവരും ജോയിൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്താണ്. ഇനി ഈ ഒരു 18th എക്സാം ഉണ്ടെങ്കിൽ ആ 18th എക്സാം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. നന്നായിട്ട് പഠിക്കുക, വിഷമിക്കണ്ട, സമാധാനത്തിൽ പഠിച്ചാൽ ടെൻഷൻ ഒന്നും വേണ്ട, ഇത് കിട്ടും കേട്ടോ. റിലാക്സ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ.